ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ നോട്ടിഫിക്കേഷൻ വരികയും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് ISROയിലെ റിക്രൂട്ട്മെന്റ്. ഇതിൽ അഡ്വർടൈസ്മെന്റ് നമ്പർ 02/2026 എന്ന നമ്പറിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ അപേക്ഷ നൽകുവാനുള്ള അവസാന തീയതി വന്നെത്തിയിരിക്കുകയാണ്. അതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 20 ആണ്. ഈ വരുന്ന മാസം ജൂലൈ 20 വൈകുന്നേരം 11:55 വരെ മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അപേക്ഷിക്കാനുള്ളവർ അപേക്ഷിക്കേണ്ടതാണ്. ഈ ഒരു പ്രധാനമായിട്ടും 3 കാറ്റഗറിയിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഒന്ന് ITI യോഗ്യതയുള്ളവർക്ക്, പിന്നെ ഒന്ന് ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക്, പിന്നെ ഒന്ന് BSc യോഗ്യതയുള്ളവർ. ഇങ്ങനെ 3 സ്ട്രീമിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അത് ടെക്നീഷ്യൻ ബി, ഡ്രാഫ്റ്റ്മാൻ ബി തുടങ്ങിയ പോസ്റ്റുകൾ ITIക്കാർക്കാണ്. അത് ഇലക്ട്രോണിക്സ്, കാർപ്പൻറ്റർ, സിവിൽ, മെക്കാനിക്കൽ ഈ സ്ട്രീമിലൊക്കെയുള്ള വേക്കൻസികളാണ് ITI യോഗ്യതയുള്ളവർക്കായിട്ടുള്ളത്. അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റാണ്. ഇത് ഇലക്ട്രോണിക്സും മെക്കാനിക്സും ഉണ്ട്. ഈ ഇലക്ട്രോണിക്സിനും മെക്കാനിക്കലിനും ഡിപ്ലോമ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. എന്നാലും BTech ഉള്ളവർക്ക് ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല. അടുത്തത് സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. കമ്പ്യൂട്ടർ സയൻസിലും അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് വിഷയമായിട്ട് പഠിച്ചവർക്കുമാണ് ഈ ഒരു സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇനിയും ഇതിന്റെ യോഗ്യത ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് കൂടി ഞാനത് പറഞ്ഞേക്കാം. ഇതിന്റെ ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ തന്നെ ചെയ്ത വീഡിയോയുടെ ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് റിമൈൻഡർ വീഡിയോ മാത്രമാണ്, അതുകൊണ്ട് ഇതിന് ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനിയും ഇതിന് ഫീസ് ഉണ്ട്. അത് തന്നെ സ്ത്രീകൾ, വുമൺ തുടങ്ങിയവർക്കൊന്നും ഫീസ് ഇല്ല. എന്നാൽ ഇതിന് ചെറിയൊരു പ്രോസസ്സിംഗ് ഫീ ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ മറക്കണ്ട, എല്ലാവരും അത് പേ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ എക്സാമിനേഷന് ഹാജരാവുകയും ചെയ്യണം. എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തെങ്കിൽ ആ ഫണ്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും അതുപോലെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏണസ് അക്കാഡമിയിൽ ഇതിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് കോഴ്സിന്റെ വിശദവിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.